എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് നോക്കുക പണി. നമ്മളെല്ലാം നോക്കുമല്ലോ. ഇത് നോക്കണ്ട, തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കും. ഇത് താങ്കൾ തന്നെയല്ലേ ചർച്ച പറഞ്ഞത്. മാത്രമല്ല തൽക്കാലം തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കും. മറ്റു നടക്കാൻ പറ്റില്ല. ശക്തമായ മത്സരം നടക്കുന്ന ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശിയാണ് നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ ഇത്രമേൽ ശ്രദ്ധേയമാക്കുന്നത് PK ശശിയുടെ ഈ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിന് അവശേഷിക്കുന്നുള്ളൂ. കളം പിടിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസമുണ്ട്. നിങ്ങളല്ലേ നേരത്തെ പറഞ്ഞത് ശക്തമായ മത്സരമല്ല ഇവിടെ നടക്കുന്നതല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്ന മാധ്യമങ്ങൾ. ഇത് CPM ഈസി വാക്ക് ഓവറാന്നല്ലേ പറഞ്ഞ്. ഇപ്പം നിങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ ഇത് ശക്തമായ മത്സരം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനെ മണ്ഡലത്തിൻ്റെ മാറ്റം മാധ്യമങ്ങൾ മീഡിയാസ് പറഞ്ഞത് ഇവിടെ മത്സരേ നടക്കുന്നില്ല, ഇത് CPM ഭയങ്കര ഭൂരിപക്ഷമാണല്ലേ പറഞ്ഞത്. അതെ, ഇടതുകോട്ട എന്ത് കോട്ടാന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ ഇളകാത്ത ഏത് കോട്ടയാണുള്ളത് ഈ ലോകത്തിൽ. അപ്പോൾ ജനങ്ങൾ നല്ലപോലെ ആവേശത്തോടു കൂടി വന്നാൽ അതിൽ ഒലിച്ചു പോകാത്ത ഒരു കോട്ടയും ചരിത്രത്തിലുണ്ടായി. PK ശശിയല്ല, PK ശശീൻ്റെ നിലപാടിന് പിന്നിൽ നാട്ടിലെ ജനങ്ങളുണ്ട്. ഞാനൊരു ശരിക്ക് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഞാനൊരു നന്മയ്ക്ക് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. എൻ്റെ നിലപാട് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-നകത്ത് പോരാടിയത് ജനാധിപത്യത്തിന് വേണ്ടിയാണ്. ഞാൻ CPIM-നകത്ത് നിന്ന് പോരാടിയത് അഴിമതിക്കെതിരായിട്ടാണ്. അപ്പോഴാണ് വർഗവഞ്ചകൻ എന്ന പേരെനിക്ക് വന്നത്. അപ്പോൾ ഞാൻ മറുപടി ഒറ്റപ്പാലത്ത് വെച്ച് പറഞ്ഞു, എന്ത് ജനാധിപത്യത്തിന് വേണ്ടി പടവരുന്നതാണ് വർഗവഞ്ചനയെങ്കിൽ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തിക്കോ. അഴിമതിക്കെതിരായി പോരാടിയതാണ് അവരാണ് വർഗവഞ്ചകരെങ്കിൽ എന്നെ നിങ്ങൾ ആ പട്ടികപ്പെടുത്തിക്കോ എന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. അത് ജനങ്ങൾക്കറിയാം ആരാണ് യഥാർത്ഥ വർഗവഞ്ചകർ. നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നല്ല ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കോട്ട ഇളകും, സംശയം വേണ്ട, കോട്ട ഇളകും. ഏറ്റവും കുറച്ച് പ്രചരണത്തിന് സമയം കിട്ടിയ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. വളരെ കുറച്ച് സമയം കിട്ടിയിട്ടുണ്ട്. പരിചിതം കൈപ്പത്തിയിലും ബോർഡുകളൊക്കെ വന്നത് വളരെ 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 വൈകിട്ടാണല്ലോ. ബോർഡ് വന്നത് ഞങ്ങളുടെ മെറ്റീരിയൽസ് ആകെ ഇറക്കിയത് വളരെ വളരെ വൈകിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ചിഹ്നം കിട്ടാൻ വൈകിപ്പോയി. എൻ്റെ ഏറ്റവും അടുത്ത എല്ലാ കാലത്തും എൻ്റെ ഏറ്റവും അടുത്ത TV ഇബ്രാഹിം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇവരൊക്കെ ആയിട്ട് വൈകാരിക നല്ലൊരു വ്യക്തിപരമായ ബന്ധം എനിക്കുണ്ട്. പറഞ്ഞു മനസ്സിലായി. ഇപ്പോൾ ഞാൻ CPIM-ൽ നിന്ന് മാറി ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോം വേറെ ഉണ്ടാക്കി, ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ പ്രവർത്തകർ ഇവിടെയുള്ള പ്രവർത്തകരുണ്ട്. ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയപ്പോഴും CPIM-ലെ ഒരുപാട് നേതാക്കന്മാരുമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ബന്ധം ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നുണ്ട്, തുടരുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. എന്നെയും തമ്മിൽ തെറ്റിക്കിടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ഏത് ഈ പ്രശ്നം നിങ്ങൾ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒന്നല്ല. ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ CPIM-ൽ നിൽക്കുമ്പോൾ എൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട CPIM-ലെ നികൃഷ്ട ജീവികളാണ് ഇതുണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കണം. CPIM-നകത്തുള്ള കുറേ നികൃഷ്ട ജീവികളുണ്ട്. ഈ മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ച ചികിത്സ അല്ല ഇതിന്. അത് ശരീരത്തിന് കുഷ്ഠം ബാധിച്ച ലെപ്രസി ബാധിച്ച ചികിത്സ ഉണ്ട്. മനസ്സിന് അത് ബാധിച്ച ചികിത്സ അല്ല. ആ പട്ടികയിൽ വരുന്ന കുറേ എണ്ണം ആ പാർട്ടിക്കകത്തുണ്ട്. അവർക്കെതിരായിട്ട് കൂടിയാണ് ഞാൻ പോരാടിയത്. അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. പറഞ്ഞു മനസ്സിലായി. അതൊന്നും ഈ ജനം സ്വീകരിച്ചിട്ടേ ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വീകരിച്ചിരുന്നില്ല അന്ന്. പിന്നെന്ത് വർത്താനായി പറയുന്നത്? പിന്നെ സൈബർ ആക്രമണം കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതിലൊന്നും ശശി വീട് പോവില്ല. 4 പുറവും നിന്നിട്ട് എന്നെ വളഞ്ഞിട്ട് തകർക്കാൻ ശ്രമിച്ചപ്പോഴും ഞാൻ അന്നും ജനങ്ങളുടെ കൂടെയാണ്. എനിക്കൊരു ബേജാറുമില്ലല്ലോ. എനിക്ക് എൻ്റെ നിലപാടുണ്ട്, എൻ്റെ ശരിയുണ്ട്. എൻ്റെ ശരിയുടെ പാതയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇതെല്ലാം എനിക്കെതിരായിട്ട് പ്രചരണം ഇപ്പോൾ നടത്തുന്ന ആളുകളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അവർക്കും കുടുംബമുണ്ട്. എനിക്ക് മാത്രമല്ല കുടുംബമുള്ളത്. എനിക്ക് എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ പേരക്കുട്ടികളുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്. പറഞ്ഞു മനസ്സിലായി. എൻ്റെ സഹോദരിയുടെ മക്കളുണ്ട്. അവരെല്ലാം ഉള്ളൊരു കുടുംബത്തിലാണ്. അവർക്കും കുടുംബമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാണ്. ഈ CPM-ആയിട്ട് ഈ അകച്ചയൊക്കെ നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും അതെ, അതറിഞ്ഞുകൊണ്ടാണല്ലോ ഒറ്റപ്പാലം ഞാൻ മത്സരിക്കാൻ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആകുമ്പോഴാണല്ലോ ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജന്മനായുള്ളൊരു ക്രേസാണ്. പറഞ്ഞു മനസ്സിലായോ? ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജന്മനായുള്ള ക്രേസ്. ആ ക്രേസിലാണ് ഞാൻ ഈ പോരാട്ടം നടത്തുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് പ്രതിപക്ഷ നേതാവിനെ താങ്കൾ വിളിച്ചത്. പറയുന്നത് നിലപാടുകളുടെ രാജകുമാരൻ എന്നാണ് പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ നേതാവ് നിൽക്കുന്നു. ഓരെന്താ പറയുന്നത് നോക്ക്. നിലപാടുകളുടെ രാജകുമാരൻ അവരെന്നെയും വിശേഷിപ്പിക്കുന്നുണ്ട്. നിലപാടുകൾ ശക്തമായി എടുക്കുമ്പോൾ അതിനെ അംഗീകരിക്കണ്ടേ? ആര് സ്വീകരിച്ചാലും അത് അംഗീകരിക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു. ധാരാളം വായിക്കും. ഞാനും നന്നായി വായിക്കുന്നയാളാണ്. നല്ലപോലെ ഡീപ്പായ വായന. ആ വായന നിലച്ചു പോയത് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായതിനു ശേഷമാണ്.
വായന അക്ഷരം കണ്ടാൽ ഉറക്കം വരുന്ന കൂട്ടത്തിലല്ല ഞാൻ. അത് CPI-ൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഈ അക്ഷരം അറിയില്ല. അക്ഷരം കൂട്ടി പത്രം പോലും മര്യാദക്ക് വായിക്കാത്ത കുറച്ച് ആളുകളുണ്ട് അവിടെ. ഇവരുമായിട്ടൊക്കെയുള്ള സൗഹൃദം രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധം ഇവരൊക്കെയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എനിക്കുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ അലിഗേഷൻ എനിക്കെതിരായിട്ട് വന്നപ്പോൾ നിയമസഭക്കകത്ത് ഗൗരവമായൊരു ചർച്ച പോലും UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ലീഗിൻ്റെ ഒരു മനുഷ്യമുണ്ടിയില്ല. കോൺഗ്രസിൻ്റെ കാര്യമായിട്ടുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ഒരൊറ്റയാൾ എനിക്കെതിരായിട്ട് സംസാരിച്ചില്ല. അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ പറയില്ലേ? അതിനെപ്പറ്റി VD സതീശൻ ഒരിക്കൽ പറഞ്ഞത് ഇതൊക്കെ കൽപ്പിച്ചു കൂട്ടി ഫാബ്രിക്കേറ്റ് ചെയ്തതല്ലേ എന്നാണ് ചോദിച്ച്. പറഞ്ഞു മനസ്സിലായോ? CPM-നകത്തുള്ള കുറേ ജീവികൾ ഫാബ്രിക്കേറ്റ് ചെയ്ത ആരോപണമല്ലേ ഇത്? VD സതീശൻ ഉൾപ്പെടെ ഈ തീവ്രത അളക്കുന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, അദ്ദേഹം അങ്ങനെ. എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് നോക്കുക പണി. നമ്മളെല്ലാം നോക്കുമല്ലോ. ഇത് നോക്കണ്ട, തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കിക്കോ. ഇത് താങ്കൾ തന്നെയല്ലേ ചർച്ച പറഞ്ഞു. മാത്രമല്ല ഇപ്പൊ തൽക്കാലം തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കിക്കോ. മറ്റു നടക്കാൻ അത് ശരി. അപ്പോൾ തീവ്രതയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം അല്പം ക്ഷുഭിതനായാണ് മടങ്ങുന്നത്. എന്തായാലും ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ഇവിടം ചർച്ചയാണ്. അതേസമയം വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നത്. ഇവിടെ ഇടത് കോട്ട ഇളകും എന്ന ആത്മവിശ്വാസം തന്നെയാണ് PK ശശി വെച്ചു പുലർത്തുന്നത്. എന്തായാലും ഒറ്റപ്പാലത്ത് മത്സരം കൂടുതൽ കടുക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.